എനിക്കൊരു പ്രശ്നവുമില്ല. മാഷ് വന്നപ്പോൾ വീണ്ടും പൂർവാധിക ശക്തിയോടുകൂടെ വരികയാണ്. അപ്പോൾ മാഷിനെ കാണാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പോയിട്ട് ആക്സസ് കിട്ടിയില്ല. ഞാനന്ന് അപ്പോഴൊന്ന് സംസാരിച്ചതേ ഉള്ളൂ. തിരുവനന്തപുരത്ത് പോയിട്ട് ആക്സസ് കിട്ടിയില്ല. മറ്റു നേതാക്കന്മാർക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും പറയുന്നത് സെക്രട്ടറിനെ കാണുമെന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റെല്ലാ ഒരുവിധ നേതാക്കന്മാരുടെ അടുത്തെല്ലാം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ സെക്രട്ടറിയെ കാണും. സെക്രട്ടറി ഇല്ല, അതെനിക്ക് ഇല്ല. ഞാനത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ഞാൻ പാർട്ടിക്ക് കൊടുത്ത പരാതിയുടെ കോപ്പി കൊടുത്തിരുന്നു. അവിടെ പി ശശിയിലെടുത്തോളം കാലം നമുക്ക് അവിടെ ആക്സസ് കിട്ടില്ല. അതറിയാലോ, നമ്മളവിടെ ആക്സസ് ഞാൻ MV ജയരാജൻ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഞാൻ CMOയിൽ പോയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ പി ശശി വന്നപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അവിടെ ആക്സസ് കിട്ടില്ല. കാരണം എൻ്റെ പേര് കാണുമ്പോൾ തന്നെ അയാൾ ആക്സസ് തരില്ല. ഞാൻ കൊടുത്ത ഓൺലൈൻ പരാതിയുണ്ട്. CMൻ്റെ പോർട്ടലിൽ ഓൺലൈനിൽ ഒഫീഷ്യലായിട്ട് കൊടുത്ത പരാതി 72 മണിക്കൂർ കൊണ്ടാണ് റിജക്റ്റായത്. 72 മണിക്കൂർ കൊണ്ട് റിജക്റ്റായി ഒരു പരാതി. ചരിത്രത്തിൽ ആദ്യമായിരിക്കും. എൻ്റെ അടുത്തുണ്ട് ആ റിജക്ഷൻ മെയിൽ. ഒരു പരാതി എങ്ങനെ 72 മണിക്കൂർ കൊണ്ട് പഠിച്ച് പരിഹരിക്കാൻ പറ്റുന്നത്? അപ്പോൾ അതിൻ്റെ അർത്ഥം ഇദ്ദേഹത്തിൻ്റെ കൺട്രോളിലുള്ളത് 72 മണിക്കൂർ കൊണ്ട് സംഗതി റിജക്റ്റായിട്ട് റിജക്ഷൻ മെയിൽ വരികയാണ്. ഇല്ല, മന്ത്രിമാരൊന്നുമില്ല. ഇപ്പോഴത്തെ മന്ത്രിമാരൊന്നും ആരുമില്ല. പഴയ ഞാൻ പറഞ്ഞല്ലോ, സ്പീക്കർ തോമസ് ഐസക്ക്, പഴയ ഗവൺമെൻറ്. 2022 മുതൽ ഇവൻ കോടിയേരിൻ്റെ എൻ്റെ കത്തോട് കൂടിയിട്ട് ഇവൻ ഒറ്റപ്പെട്ട് തുടങ്ങിയിന്. അപ്പോൾ പിന്നെ ആരും പോയിട്ട് അവൻ്റെ ട്രാപ്പിൽ പെടില്ലല്ലോ. അപ്പോൾ എല്ലാവരും അവോയ്ഡ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. പക്ഷേ മാഷിൻ്റെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അത് ബിക്കോസ് ഓഫ് എന്താ പുള്ളിയുടെ സണ്ണിൻ്റെ ഇതായിരിക്കാം എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. അല്ല, പിന്നെ അന്ന് കത്തിൻ്റെ അകത്തുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. കത്തിപ്പം നിങ്ങളെ കയ്യിലെല്ലാം കിട്ടിയല്ലോ. അപ്പോൾ അതിലുണ്ട്. അതിൽ കോടതി ഡോക്യുമെൻ്റായിട്ട് കോടതിയുടെ സ്റ്റാമ്പോട് കൂടിയിട്ടാണ് കത്ത് വന്നിരിക്കുന്നത്. പാർട്ടിയിൽ തീർച്ചയായിട്ടും എനിക്ക് വിശ്വാസമുണ്ട്. ഞാനൊരു പണ്ട് കാലത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തും അതിന് ശേഷം ഒരു പാർട്ടി മെമ്പറൊക്കെ ആയ ആളാണ്. ന്യൂമായി മേഖലയിൽ എന്നെ അറിയാത്ത ആൾക്കാരില്ല. ഞാൻ ഇവിടെ മേഖല ജോയിൻറ്റ് സെക്രട്ടറി വരെ ആയ ആളാണ്. പിന്നെ അവിടുന്ന് ജോലിയെല്ലാം വിട്ട് ആവശ്യത്തിന് ഞങ്ങളൊക്കെ പേടിച്ചത് എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു ഫേസ്ബുക്കിൽ ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. ആ KV സുധീഷ് മരണപ്പെട്ടില്ലേ, ആ സമയത്തൊക്കെ ഞങ്ങൾ ആക്റ്റീവ് പ്രവർത്തകർ. പിന്നെ അന്നേരം ആ മരണം ഇതെല്ലാം കണ്ടപ്പോൾ ഞങ്ങളുടെ മാനസികമായി ചെറിയ പ്രായമല്ലേ, വല്ലാതെ പേടിച്ച് അങ്ങനെ പിന്നെ ജോലിക്ക് പോകാമെന്നുള്ള രീതിയിൽ പോയതാണ്. അപ്പോൾ അതിന് ശേഷം പക്ഷേ അത് ഇന്നും പാർട്ടിയുടെ ആൾക്കാർക്ക് അറിയാം. പാർട്ടി ഫണ്ടുകൾ വന്നു കഴിഞ്ഞാൽ വിളിക്കാറുണ്ട്, ദശാമാൻ്റെ വരിസംഖ്യ കൊടുക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പാർട്ടിയിൽ ഇപ്പോഴും വിശ്വാസമുണ്ട്. പാർട്ടിയിലുള്ള വിരലുണ്ടാവുന്ന 1, 2, 3 ആൾക്കാർ ചെയ്താൽ തന്നെ പാർട്ടിനെ മൊത്തത്തിൽ നമുക്ക് മോശമായിട്ട് ചിത്രീകരിക്കാൻ പറ്റില്ല. സെക്രട്ടറിക്കെതിരെ എന്ന് പറയുന്നില്ല. സെക്രട്ടറി ചിലപ്പം മകൻ്റെ പോരായ്മകൾ കൊണ്ട് സെക്രട്ടറി ചിലപ്പം അതിൽ മൗനം പാലിക്കേണ്ടത് വന്നതാവാം. ചിലപ്പം അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, മകനെ തമ്മിൽ. അദ്ദേഹത്തിന് ചിലപ്പോൾ പുറത്ത് പറയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അത് നമ്മളറിയില്ലല്ലോ, നമ്മളറിയാത്ത. കോടിയേരി ബാലകൃഷ്ണനുള്ള സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെതിരെ ഇത്തരം ഒരു അലിഗേഷൻ വന്ന സമയത്ത് ഒരു മുഖം നോക്കാത്ത നടപടി കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയിരുന്നു. അതായത് അത് നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷണത്തിൻ്റെ വഴിക്ക് പോട്ടെ. MV ഗോവിന്ദൻ്റെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതെ, 100% ഉണ്ടായിട്ടില്ല. കാരണം പുള്ളി അവോയ്ഡ് ചെയ്യല്ലേ, ഇത് കാണാൻ സമ്മതിച്ചില്ലല്ലോ. ഞാൻ ഈ ശ്യാം എന്നെ പാർട്ടി കോൺഗ്രസ്സിൽ അന്ന് വന്ന് കണ്ടു. എവിടെ നിന്നറിയോ? അവിടെ ഒരു കൾച്ചറൽ സ്റ്റേജ് ഉണ്ടായിരുന്നില്ലേ, ആ കൾച്ചറൽ സ്റ്റേജിൻ്റെ പുറകിൽ വന്നിട്ടാണ് എന്നെ കണ്ടത്. കാരണം എന്ന് വെച്ചാൽ പുള്ളിക്ക് സൈഡിൽ നിന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്നെ ക്യാമറയിൽ പെടുമെന്നുള്ളൊരു പേടി കൊണ്ട് പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് നിൻ്റെ അച്ഛനെ കാണണം, കണ്ടേ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇത് വലിയ വിഷയത്തിലേക്കാണ് പോകുന്നത്. ഞാൻ സംസാരിക്കാം, ഞാൻ പറയാം, ഞാൻ അച്ഛനോട് പറയാമെന്നൊക്കെ പറഞ്ഞ് പോയ ആളാണ്. പിന്നെ ഒരു വിഷയവുമില്ല. പിന്നീട് ശ്യാം ബന്ധപ്പെട്ടിരുന്നു. ശ്യാമിൻ്റെ ഫോണിൽ എന്നെ റെസ്പോണ്ട് ചെയ്യില്ല. പക്ഷേ ബ്ലോക്കൊന്നും ചെയ്തിട്ടില്ല. ശ്യാമിൻ്റെ അടുത്ത് സ്വാഭാവികമായിട്ടും ശ്യാമിനൊരു മീഡിയേറ്റർ ഉണ്ട്. മീഡിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ പഴയ UDF ഗവൺമെൻറ്റിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ MD ആയിട്ടുണ്ടായ ആളാണ്. ഗവൺമെൻറ് മാറുമ്പോൾ MDമാർ മാറുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു പൊസിഷനിലുള്ള ആളാണ് ഞങ്ങളെ കോമൺ ഫ്രണ്ട്. പുള്ളി മുഖേന ഞങ്ങൾക്ക് കണക്ട് ചെയ്യും. സർക്കാർ പദ്ധതികളിലൊക്കെ രാജേഷ് ഇടപെട്ടു എന്നൊരു ആരോപണം. അതിലൊരു തെളിവ് സാധ്യതയുള്ള പ്രൊജക്റ്റാണ് ഒരു ശുചിത്വ കേരളം എന്ന് പറഞ്ഞിട്ട് കൊല്ലത്ത് നടത്തിയ ഒരു തട്ടിപ്പിൽ UK-യിലുള്ള ഒരു കമ്പനിയിൽ നിന്ന് കാശ് വാങ്ങിച്ച്. പക്ഷേ അത് ആ കാശ് CPIM-ലെ പുതിയ കത്ത് ചോർച്ച വിവാദത്തിൽ പരാതിക്കാരനായ മുഹമ്മദ് ഷർഷാദ് പ്രതികരിക്കുകയായിരുന്നു. അപ്പോൾ ചിലപ്പോൾ വരുന്ന മണിക്കൂറിലും ചിലപ്പോൾ ഈ കത്ത് വിവാദത്തെക്കുറിച്ച് കൂടുതൽ പ്രതികരണങ്ങൾ വരും. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.